വേടൻ പീഡിപ്പിച്ചതാണോ എന്നുള്ള സംശയമാണ് ശരിക്കും ഇപ്പോൾ അന്തരീക്ഷത്തിൽ നിൽക്കുന്നത്. കാര്യം കോടതി ചോദിച്ചിരിക്കുകയാണ് പെൺകുട്ടിയോട്, പ്രേമിച്ച സമയത്ത് പീഡനമായിട്ടൊന്നും തോന്നിയില്ലേ, പ്രേമം സമയത്ത് പീഡനം അല്ലാതാവുകയും പിന്നീട് അത് പീഡനമാകുന്നത് എങ്ങനെ എന്നുള്ള ഒരു കാര്യം ഇവിടെ ഉയർന്നു കേൾക്കുന്നു. വേടൻ രക്ഷപ്പെടുമോ? വേടൻ രക്ഷപ്പെടുമെന്നാണ് തോന്നുന്നത്. കാരണം കോടതി തന്നെ ഇത്തരത്തിലൊരു സംശയം ഉന്നയിച്ച സ്ഥിതിക്ക് ജാമ്യം അതായത് മുൻകൂർ ജാമ്യ ഹർജിയിൽ തീരുമാനം എടുക്കും വരെ അറസ്റ്റ് ചെയ്യരുതെന്ന് കൂടി പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒളിവിൽ കഴിയേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ജസ്റ്റിസ് ബെച്ചു കുര്യൻ ജോസഫിന്റെ ബെഞ്ചാണ് ഈ നിർണായകമായിട്ടുള്ള ഉത്തരവ്, ഇടക്കാല ഉത്തരവാണ്, എന്നാൽ അത് പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രണയത്തിലായിരുന്നപ്പോൾ നടന്ന ലൈംഗിക ബന്ധം ബലാത്സംഗത്തിന്റെ പരിധിയിലായിരിക്കുമോ എന്നുള്ള ചോദ്യമാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ഈ പരാതിക്കാരി പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ തന്നെ പെട്ടെന്ന് അങ്ങ് ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു എന്നുള്ളതാണ്. ഈ വേടനുമായി ബന്ധപ്പെട്ടിട്ട് പലതരത്തിലുള്ള വിവാദങ്ങളൊക്കെ നേരത്തെയും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ എല്ലാ കാര്യങ്ങളും അപ്പോൾ കിട്ടുന്നുണ്ട്, ചോർന്ന് കിട്ടുന്നുണ്ട്, ഗോസിപ്പുകൾ വരുന്നുണ്ട്. നമ്മൾ എന്തുകൊണ്ട് ഇതിനെല്ലാം ഒന്നും മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നൊരു ചോദ്യം കൂടി അവിടെ നിൽക്കുന്നില്ലേ? എന്തുകൊണ്ടാണ് പെൺകുട്ടികൾ ഇവരുടെയൊക്കെ പുറകെ നടന്ന് സ്വന്തം ജീവിതം നശിപ്പിക്കുന്നത് എന്നുള്ള കാര്യമാണ്. അവർക്ക് അവരുടേതായ പ്രൊഫഷനുണ്ട്. ഒരു ഡോക്ടറാണ്, ഒരു ഡോക്ടറായിട്ട് പഠിക്കുന്ന അല്ലെങ്കിൽ ഡോക്ടറായിട്ട് തുടക്കക്കാരി ആയിക്കോട്ടെ, എന്നാൽ അത്രയും പഠിച്ചിട്ടുള്ള ഒരു യുവതിക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകില്ലേ? അത് വേണ്ടതല്ലേ? ഇവർ തമ്മിൽ പ്രണയമാകുന്നു, പ്രണയത്തിൻ്റെ എല്ലാ അടിസ്ഥാനം ലൈംഗിക ബന്ധമാണെന്ന് ഇവരോട് ആരാണ് പറഞ്ഞു കൊടുക്കുന്നത്? എല്ലാ പ്രണയത്തിൻ്റെയും അടിസ്ഥാനം ലൈംഗിക ബന്ധമാണോ? ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, സ്ത്രീകൾ എന്തെങ്കിലും ഒരു തരത്തിലൊരു വിഷയം വന്നു കഴിയുമ്പോൾ അപ്പോൾ തന്നെ ആരോപിക്കും പീഡിപ്പിച്ചു, ബലാത്സംഗം ചെയ്തു, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പണ്ട് എന്ന് പറയുമ്പോൾ പ്രിയൻ്റെ എൻ്റെയൊക്കെ ഒരു സമയത്ത് എന്ന് പറയുന്നത് നമുക്ക് ടെക്നോളജി വരുന്നതേ ഉള്ളൂ. എന്നിട്ട് പോലും നമ്മൾ എത്രത്തോളം കാര്യങ്ങൾ ശ്രദ്ധ പുലർത്തിയിട്ട് ഈ ടെക്നോളജിയുടെ ഇത് വർദ്ധിച്ചപ്പോൾ യാതൊരു ശ്രദ്ധയുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നു. വാർത്തകൾ നോക്കാനുള്ള ഒരു ത്വരയൊന്നുമില്ല, പല കാര്യങ്ങളും മറ്റു പല കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോകുന്നു എന്നുള്ളത് കൂടിയുണ്ട്. അല്ലെങ്കിൽ ഇവരെ ഇതുപോലെ ഈയാമ്പാറ്റകളെ പോലെ പോയി ഇത്തരത്തിലൊരു അബദ്ധങ്ങളിൽ ചെന്ന് ചാടേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ഒരു ആളുമായിട്ട് നമുക്ക് അടുപ്പത്തിലാകുമ്പോൾ സ്വാഭാവികമായും കുറച്ച് കഴിയുമ്പോഴേക്കും 1-2 ദിവസത്തിനകം തന്നെ അയാളുമായി ബന്ധപ്പെട്ടുള്ളൊരു ഏകദേശ ധാരണ നമുക്ക് കിട്ടും. ഈ ധാരണ കിട്ടിയതിന് ശേഷം ഇല്ല, അതങ്ങനെ സംഭവിക്കില്ല, എൻ്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കില്ല, മറ്റു പലരുടെയും കാര്യത്തിൽ സംഭവിച്ച ഒരു കാര്യം എൻ്റെ കാര്യത്തിൽ സംഭവിക്കില്ല എന്ന് ഉറപ്പ് കൊടുക്കുന്നത് ആരാണ്? ഈ പെൺകുട്ടികൾക്ക്. ഞാനൊരു സ്ത്രീയാണ്, പക്ഷേ ഇത്തരത്തിലുള്ള കാര്യം വരുമ്പോൾ ഒരിക്കലും കണ്ണുമടച്ച് സ്ത്രീപക്ഷം എന്ന് പറയുന്നതിനോട് എനിക്ക് യാതൊരു തരത്തിലുമുള്ള അഭിപ്രായവും ഇല്ലാത്തത് കൊണ്ടാണ് എനിക്കിങ്ങനെ പറയേണ്ടി വരുന്നത് തന്നെ. കാരണം പുരുഷന്മാരുടെ കാര്യത്തിൽ ആര് സംസാരിക്കാനുണ്ട് എന്നുള്ളൊരു കാര്യമുണ്ട്. രണ്ടുപേരും തമ്മിൽ ഉഭയസമ്മതപ്രകാരം ഏർപ്പെടുന്ന ഒരു കാര്യം, അത് പിരിഞ്ഞതിന് ശേഷം ഈ ആള് നല്ലതോ കെട്ടതോ എന്നൊന്നും നമുക്ക് തിരിച്ചറിയാനാവാത്തൊരു സന്ദർഭത്തിൽ തന്നെ, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ ഒരു പരാതിയിൽ എന്തായിരുന്നു, കണ്ടപാടെ ചുംബിച്ചു, അതിനുശേഷം ബെഡിലേക്ക് തന്നെ ഉന്തിയിട്ടു, പിന്നീട് പീഡിപ്പിച്ചു എന്നുള്ളതാണ്. എന്നിട്ടും ആ പീഡനം പലതവണ നടന്നു എന്നുള്ളതാണ്. ഒരു തവണ സംഭവിച്ചു, അറിഞ്ഞില്ല, നമ്മൾ പരിചയപ്പെടാൻ പോകുന്നു, സംസാരിക്കുന്നു, ഇതിനിടയിൽ സംഭവിച്ചു എന്ന് വയ്ക്കുക. പിന്നീട് ഈ പീഡനം എങ്ങനെയാണ് പലതവണ നടക്കുന്നത്? അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ലേ? അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമല്ലേ? ഈ പരാതിക്കാരി ആയാലും ഇപ്പോൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു സുപ്രഭാതത്തിൽ യാതൊരു കാരണവുമില്ലാതെ അയാൾ എല്ലാം ഉപേക്ഷിച്ചു പോയി, തൻ്റെ മാനസിക നിലയെ പാടെ തകർത്തു, വർഷങ്ങളോളം ചികിത്സയെടുത്താണ് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്നത് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഒരു മെൻ്റൽ ട്രോമ അവർ പ്രണയത്തിലായിട്ടുണ്ടാവും. വേടനെ സംബന്ധിച്ച് അത്തരത്തിലൊരു കാര്യം ഉണ്ടായിട്ടുണ്ടാകണമെന്നൊന്നുമില്ല. വേടന് ചുറ്റും നിരവധി ആരാധികമാരാണ് നടക്കാനുള്ളത്. ആളുടെ ചിന്തയിൽ അത് വരണമെന്നില്ല. പക്ഷേ ഒരു ട്രോമയിലേക്കൊക്കെ ആകുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട്, ഇയാൾ നമ്മുടെ കൈവിട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഇയാളിൽ നിന്ന് നല്ലൊരു ബന്ധം ഞാൻ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളത് ഒരു ബന്ധത്തിൽ പെട്ടെന്ന് സംഭവിക്കുന്നത്, ഒരു സുപ്രഭാതത്തിൽ സംഭവിക്കുന്നതല്ല. നമുക്ക് അവരിൽ നിന്ന് ചില
സിഗ്നൽസ് കിട്ടിത്തുടങ്ങും, നമ്മൾ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങും, പല കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടാൻ തുടങ്ങും. ഇതെല്ലാം ഈ പ്രണയത്തിലാകുമ്പോൾ ഈ ബ്രേക്കപ്പിൻ്റെ ഒരു ടൈമിലേക്ക് പോകുമ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഇതെല്ലാം നടക്കുന്ന സമയത്ത് നമ്മൾ പിന്നാലെ പോകേണ്ട കാര്യമുണ്ട്. നമ്മളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള അവസ്ഥയെ വീണ്ടെടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഒരു ഡോക്ടറായിട്ടുള്ള ഒരു യുവതിക്ക് അതിന് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ കണ്ണുമടച്ച് ഈ കണ്ണും മൂക്കുമില്ല എന്നൊക്കെ പറയുന്ന ഒരു പക്ഷേ ഇത്തരത്തിലുള്ള കാര്യത്തിനായിരിക്കും. ഇപ്പൊ കോടതി തന്നെ ഇവരോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെ: പരസ്പരം സ്നേഹത്തിലായിരുന്ന സമയത്ത് ഉഭയസമ്മതത്തോടുകൂടി ലൈംഗിക ബന്ധം പിന്നീട് അത് ബലാത്സംഗമായി കണക്കാക്കാൻ സാധിക്കുമോ എന്നുള്ളതായിരുന്നു സംശയം. യുവ ഡോക്ടറുമായി തനിക്ക് ബന്ധമുണ്ടായിരുന്നു എന്ന് വേടൻ കോടതിയിൽ സമ്മതിക്കുകയും ചെയ്തു. സമ്മതിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം വഷളാകുമെന്നുള്ളത് ഒരുപാട് എന്താ പറയുക, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിവുള്ള ഒരാൾക്ക് അയാളുടെ അഭിഭാഷകനും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബന്ധമുണ്ടായിരുന്നു, എനിക്ക് മടുത്തപ്പോൾ ഞാൻ നിർത്തി എന്നുള്ളത് തന്നെയാണ് അതിലൂടെ വേടൻ പറഞ്ഞു വെച്ചിട്ടുള്ളതും. ഈ എത്രയോ പേരുടെ പരാതിയായിരിക്കും ഇനി കേൾക്കാനുള്ളത്. ഒരു പെൺകുട്ടിയുടെ, ഈ യുവ ഡോക്ടറുടെ പരാതിയാണ് ആദ്യം വന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം നിരവധി പേര് എത്തുകയുമുണ്ടായി. അതേപോലെ തന്നെ ഈ പരാതിയുമായി വരുന്നതിനേക്കാൾ ഏറെ വേടനെ പിന്തുണയ്ക്കുന്നവരാണ്. ഈ വേടനെ പിന്തുണച്ചുകൊണ്ടാണ് നമ്മുടെ സർക്കാർ സംവിധാനം ഉൾപ്പെടെ നിൽക്കുന്നത് എന്നുള്ളതാണ്. അവരുടെ പുരോഗമനം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള യൂസ് ആൻഡ് ത്രോ നിലപാടുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതായതുകൊണ്ട് നമ്മുടെ സർക്കാർ സംവിധാനത്തിന് അതൊരു പുരോഗമനപരമായിട്ടുള്ള കാര്യമായിട്ട് തോന്നിയിട്ടുണ്ടാകാം. അതുകൊണ്ടാണല്ലോ അവർ പരിപാടികൾക്കൊക്കെ പോകുന്നതും വിളിക്കുന്നതും എല്ലാം ചെയ്യുന്നതും. ഇപ്പോഴല്ലേ അവർക്ക് ഒരു കാര്യം നടപ്പാക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത്. ഇനി നടക്കാനുള്ളത് ഈ ഒരു കാര്യത്തിൽ പ്രോസിക്യൂഷൻ വാദമാണ്. യുവ ഡോക്ടറുടെ പീഡന പരാതിയിൽ കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ വേടനെ പിന്നീട് പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അത് എത്രത്തോളം ശരിയാണ് എന്നൊന്നും നമുക്ക് അറിയില്ല. നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ പല പ്രധാനപ്പെട്ട താരങ്ങളും ഒക്കെ മൂക്കിന് തുമ്പത്തുണ്ടായിട്ട് നമ്മുടെ പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞു. അത് അവരുടെ കുറവല്ല, അവർക്ക് കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് ആ ഉദ്യോഗസ്ഥർക്ക് അതേ ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ എന്നുള്ളതാണ്. തുടർന്ന് ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കിയിരുന്നു. ജാമ്യ ഹർജിയിൽ പ്രോസിക്യൂഷന്റെ വാദമാണ് ഇനി നടക്കാനുള്ളത്. പരാതിക്കാരി കേസിൽ കക്ഷി ചേർന്നതുകൊണ്ട് അവർക്ക് കൂടുതൽ തെളിവുകൾ ഹാജരാക്കാനും ഒക്കെ കോടതി സമയം അനുവദിച്ചിട്ടുണ്ട്. ബുധനാഴ്ചയും ഇന്നും വാദം തുടരുമെന്നുള്ളതാണ് വാർത്ത. പ്രിയന് ഇങ്ങനെ നിരന്തരമായിട്ട് ഈ ആമ്പാറ്റകളെ പോലെ വന്ന് പെട്ടുകൊടുത്തുകൊണ്ട് പിന്നീട് അവർക്ക് പോകുന്നത്, ആ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നോട് ചിന്തിച്ചിട്ട് പറയാണ്, ഇവർക്ക് പോകുന്നത് ഇവരുടെ ജീവിതമാണ്. ഈ പെൺകുട്ടിക്ക് മാനസികാരോഗ്യം വീണ്ടെടുക്കാനുണ്ടായിട്ടുള്ള ആ കാലഘട്ടം അവൾക്ക് ഇനി അത് ഒരിക്കലും തിരിച്ചിട്ടില്ല. പോയ കാലം പോയത് തന്നെയാണ്. അതെ, ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത്. പിന്നീട് നമ്മൾ ഒരാളുടെ അടുത്തേക്ക് ചെല്ലുന്നു, അങ്ങോട്ട് ചെന്നതിന് ശേഷം അയാളുടെ ഫ്ലാറ്റിലേക്ക് ചെല്ലുന്നു, ഇല്ലെങ്കിൽ അയാളുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം ചെന്ന് കയറി കൊടുത്തത് ആര് എന്നുള്ളൊരു ചോദ്യം വരും. എത്രയൊക്കെ പ്രലോഭിപ്പിച്ചാലും സ്വന്തം കാര്യം സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരാൾക്ക് വലിയ പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ ഒരാൾ പറയും, ഞാൻ അറിയാതെ വിഷം കുടിച്ചു, അയാൾ എന്നെ പ്രലോഭിപ്പിച്ചപ്പോൾ വിഷം കുടിച്ചു എന്ന് പറയില്ലല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ വലിയ അബദ്ധങ്ങളുണ്ടാവും, അപകടങ്ങളുണ്ടാവും. വിജയ് ബാബുവിൻ്റെ കേസിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാമെന്നുള്ളതാണ്. സംവിധായകൻ വിജയ് ബാബുവിൻ്റെ കേസിൽ എന്തായി? ആരോപണം ഉന്നയിച്ചവരൊക്കെ എവിടെയാണിപ്പോൾ? അവരുടെ അവസ്ഥ എന്താ? അപ്പോൾ എന്താണ്, കോടതി കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി തെളിവുകൾ ഇയാൾക്ക് ഹാജരാക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇപ്പോൾ ഈ പറയുന്ന പ്രത്യേകിച്ച് ആൺകുട്ടികൾ അല്ലെങ്കിൽ യുവാക്കൾ, ഈ പറയുന്ന പുരുഷന്മാർ ബന്ധത്തിൽ ഏർപ്പെടുന്നവർ കൃത്യമായി ജാഗ്രത പാലിക്കാറുണ്ട്. സ്വന്തം പേരിൽ അവർ ഹോട്ടൽ മുറി എടുക്കില്ല. അവർ വരുന്ന ഈ പെൺകുട്ടി തയ്യാറാണെങ്കിൽ, നീ തയ്യാറാണെങ്കിൽ നിൻ്റെ പേരിലെടുത്തോ, ഇല്ലെങ്കിൽ എൻ്റെ പേരിലെടുക്കുകയാണെങ്കിൽ നാളെ നീ കേസ് കൊടുത്താൽ ഞാൻ പെടും, എനിക്കറിയാതെ, അതുകൊണ്ട് നിൻ്റെ പേരിലെടുത്തു എന്ന് പെൺകുട്ടി പറയും. അല്ലെങ്കിൽ ഈ പുരുഷൻ പറഞ്ഞിട്ട് അവരെ കൊണ്ടെടുപ്പിക്കും. അപ്പോൾ കേസ് വരുമ്പോഴത്തേക്കും അത് തള്ളിപ്പോകും. അവരാണ് എടുത്തത്, അവരാണ് ഇതിന് മുൻകൈ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പീഡനം എവിടെ എന്നുള്ളൊരു ചോദ്യം വരും. അപ്പോൾ ഇത്തരത്തിൽ പുരുഷന്മാർ വലിയ രീതിയിൽ ജാഗ്രതയിലേക്ക് എത്തുകയും സ്ത്രീകൾ ഈ പറയുന്ന ട്രോമ അതുപോലുള്ള പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ്, ഒരു ബന്ധത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പലപ്പോഴും കോടതി ചോദിച്ചിട്ടില്ല, പ്രണയമാണെങ്കിൽ വിവാഹത്തിന് ശേഷമാവാമല്ലോ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് വിവാഹത്തിന് ശേഷമാണ്. അതിന് മുൻപേ ലൈംഗിക ബന്ധത്തിന് വഴങ്ങിക്കൊടുത്തതിന് ശേഷം പിന്നീട് വിവാഹം കഴിച്ചില്ല എന്ന് പറഞ്ഞ് പരാതിയുമായിട്ട് വരുന്നതിൻ്റെ അർത്ഥം എന്താണ് എന്നാണ് കോടതി ചോദിക്കുന്നത്. ഈ പ്രണയത്തിൻ്റെ പേരിൽ മതം മാറുന്നത് പോലെയാണ്. പ്രണയത്തിൻ്റെ പേരിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് ഉപയോഗസമ്മതപ്രകാരമാണെങ്കിൽ പിന്നീട് പരാതിയുമായിട്ട് വരരുത് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയായിരിക്കും മിക്കവാറും ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും വേടൻ്റെ രാഷ്ട്രീയ നിലപാടുകളോട് നമുക്ക് വിയോജിപ്പുണ്ടെങ്കിലും, വേടൻ നമ്മുടെ സംസ്കാരത്തിനെയും നമ്മുടെ വിശ്വാസങ്ങളെയൊക്കെ ആക്രമിക്കുന്നതിൽ വിയോജിപ്പുണ്ടെങ്കിലും, വേടന് ഈ ഇത്തരത്തിലൊരു അനീതിയാണ് വരുന്നതെങ്കിൽ
അതിനെ ചോദ്യം ചെയ്യാൻ അവകാശം അയാൾക്കുണ്ട്. അയാൾക്ക് നിയമപരമായി അതിനെല്ലാം നേരിടാനുള്ള അവകാശവുമുണ്ട്. ഇവിടെ അന്യായമായ ഒരു പരാതിയിലും അയാൾക്കെതിരെ കേസെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ അയാളെ ശിക്ഷിക്കാൻ കഴിയില്ല. അത് കോടതിയുടെ ഡിസ്ക്രിപ്ഷനാണ്, കോടതിയാണ് തീരുമാനം. ഇപ്പോൾ കോടതി ഇരിക്കുക. അപ്പോൾ കോടതി അതിൻ്റെ ഏറ്റവും യുക്തമായ ശരിയായ നീതിയിലേക്ക് പോകട്ടെ. പെൺകുട്ടികൾക്ക് നീതി ലഭിക്കേണ്ടതുണ്ടെങ്കിൽ അവിടെ പെൺകുട്ടികൾക്ക് നീതി ലഭിക്കട്ടെ. അല്ല വേടനാണ് ശരിയെങ്കിൽ വേടന് നീതി ലഭിക്കട്ടെ. അത്രയുമേ നമുക്ക് ഇവിടെ പറയാൻ കഴിയുള്ളൂ. പെൺകുട്ടികൾ കുറച്ചുകൂടെ ശ്രദ്ധയോടെ ഇനിയെങ്കിലും മുന്നോട്ട് പോകട്ടെ. തീർച്ചയായും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.